കുട്ടിക്കാലത്ത് നമ്മുടെ ടി വി കാണുന്ന സമയത്ത് സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ് കോമഡി സ്റ്റാർസ്. അപ്പോൾ അന്ന് ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ചില ആൾക്കാർക്ക് വേണ്ടി നമ്മളത് കാണും. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ സ്വന്തം അസീസിക്ക, ട്രിവാൻഡ്രത്തുകാരനാണ്. പിന്നീട് ഞാൻ വളരുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണുന്നത് ഈ മനുഷ്യൻ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ്. ലെറ്റ്സ് വെൽക്കം അസീസ് നെടുമങ്ങാട്. നമസ്കാരം. സ്വന്തം നാടാണ്, പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. എന്നാലും എൻ്റെ നാട്ടിലെല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം വിഷു എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ്. ആ ദിവസം തന്നെ അതിൽ ഇരട്ടി സന്തോഷമായിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മധുവിധു എന്ന് പറയുന്ന സിനിമ. അതൊരിക്കലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തില്ല, ബോറടിപ്പിക്കില്ല. അത് ഒരു പൂർണ്ണ എഗ്രിമെൻ്റ്, ഒരു പൂർണ്ണ ഉറപ്പ് തന്നിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഒരുപാടൊന്നും പറയുന്നില്ല, കാരണം ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ തന്നെയാണ് ഈ സിനിമ. ഷർബുദ്ദീൻ്റെ ചിറ്റപ്പനായിട്ടാണ് ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ജഗദീഷ് ചേട്ടനുണ്ട്, സായി കുമാറുണ്ട്, ബിന്ദു പണിക്കർ ചേച്ചിയുണ്ട്, ബിന്ദു പണിക്കർ ചേച്ചിയുടെ മോളുണ്ട്. പിന്നെ നമ്മുടെ സഞ്ജു, ഇത് സഞ്ജു അറിയാലോ, ലക്ഷ്മി സഞ്ജുവാണ് ഈ പടത്തിലെ ഏറ്റവും വലിയ കൊമേഡിയൻ. സഞ്ജു ആഴ്ച തകർത്തുണ്ട് ഈ പടത്തിൽ. സീരിയസ്ലി സഞ്ജു ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ഹിഷാം, പിന്നെ റിമി ടോമിയെ പാടിയ ഗാനങ്ങൾ എല്ലാം കൊണ്ട് ഒരു ഫാമിലി. സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാവരും വാഴ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഹിറ്റായി കഴിഞ്ഞിരിക്കും. വാഴ 1 ഹിറ്റാക്കി, വാഴ 2 നിങ്ങൾ ഹിറ്റാക്കി. നല്ല നല്ല സിനിമകളെ ഇരുകൈ നീട്ടി, ഒരു പ്രൊമോഷനും ഇല്ലെങ്കിലും ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന നമ്മളെ മലയാളികളാണ് നമുക്ക് നന്നായിട്ടറിയാം. ഒരിക്കലും ലോകത്തുള്ള ഏത് പ്രേക്ഷകരെ പറ്റിക്കാൻ പറ്റിയാലും നമ്മൾ മലയാള പ്രേക്ഷകരെ പറ്റിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം അവർക്ക് സിനിമയുടെ ഫ്രെയിം വരെ കറക്റ്റ് അറിയാവുന്ന ടീംസാണ്. അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റിക്കപ്പെടാത്ത ഒരു സിനിമയായിരിക്കും എന്ന് ഒരു വിശ്വാസമുണ്ട്. എല്ലാവരും ഈ സിനിമ ഏപ്രിൽ 23 തിയേറ്ററിൽ പോയി കാണണം, പ്രോത്സാഹിപ്പിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. ഡയറക്ടർ പറഞ്ഞു ശക്തമായ കഥാപാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുശ്രയ, വെൽക്കം ടു ദ സ്റ്റേജ്. ഹായ്, ഗുഡ് ഈവനിങ്, ഹാപ്പി വിഷു. താങ്ക് യു സോ മച്ച് എല്ലാവരും വന്നതിന്. ആൻഡ് ദിസ് ദ ഫസ്റ്റ് ടൈം ഞാൻ ട്രിവാൻഡ്രം ലുലുവിൽ വരുന്നത്. അത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ, ഇങ്ങനെ ഒരു പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ഏപ്രിൽ 23 നമ്മുടെ മൂവി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് മലയാളം. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു ഡയറക്ടർ, പ്രൊഡ്യൂസർ, എല്ലാവർക്കും, എൻ്റെ കൂടെ ചെയ്തവർക്കും, പിന്നെ റൈറ്റേഴ്സ് ഷറഫക്ക, കല്ലു, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുള്ളിക്കാരിയുടെ ഡാൻസ് റീൽ ഞാനിപ്പോൾ കയറുന്നതിന് മുമ്പ് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി ഡാൻസറാണ്. അതുപോലെ തന്നെ ഇനി മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ആവാൻ പോകുന്ന ആളാണ്. കല്യാണ പണിക്ക് വെൽക്കം ടു ദ സ്റ്റേജ്. ഫസ്റ്റ് മൂവിയാണ്, ടെൻഷൻ ഉണ്ടായിരുന്നു? ഓ, നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഹലോ, ഇത്ര സമയമില്ല, നിന്റെ സൗണ്ട് കേട്ടപ്പോൾ മേടിച്ചു. ഹലോ ട്രിവാൻഡ്രം, നമസ്കാരം ആൻഡ് ഹാപ്പി വിഷു. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. പിന്നെ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ അതിൽ വേറെ സന്തോഷം. മധുവിധു ഒരു ഭയങ്കര മധുരമുള്ളൊരു സിനിമയാണ്. എല്ലാവർക്കും ഉറപ്പായിട്ടും പോയി സന്തോഷമായിട്ട് ചിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവരും പോയി കാണുക. ഏപ്രിൽ 23 പടം റിലീസ്. ആൻഡ് താങ്ക് യു സോ മച്ച് അജിത് വിനായക ഫിലിംസ് ആൻഡ് ബാബുവേട്ടൻ ഫിലിംസ് ആൻഡ് വിഷു ചേട്ടാ, റൈറ്റേഴ്സ് ബിബിൻ ചേട്ടാ, ജെവിഷ് ചേട്ടാ, അസിസ്ക, ഷർഫ്ക ആൻഡ് സൈച്ചിൻ ആൻഡ് ടു ബിന്ദമ്മ, ജഗദീഷ് ചേട്ടൻ, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്കും ഇതിലൂടെ കടന്നു വന്ന് നേരത്തിനും കാലത്തിനും ഇപ്പുറം ഒരുപാട് മനോഹരമായ കഥാപാത്രങ്ങൾ ചെയ്ത് ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ മധുവിധു എന്ന് പറയുന്ന ചിത്രവുമായിട്ട് എത്തിയ നമ്മുടെ സ്വന്തം ഷറഫുദ്ദീൻ. എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രോ? നീല കണ്ടുപോരുന്നാണോ?
നല്ല ഇൻട്രോ ആയിരുന്നു. ഞാൻ ഹലോ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമോ? ഉറപ്പാണോ? ശബ്ദം വരാതെ ഇരിക്കരുത്. ഉറപ്പാണോ? ഹലോ ട്രിവാൻഡ്രം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഭയങ്കര സന്തോഷം. നമ്മുടെ എന്താ പറയുക, സിനിമയുടെ ഈ ഒരു ഇവന്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ നടക്കുന്നത് കാണാൻ വേണ്ടി നിങ്ങൾ ഇത്രയും പേര് നിൽക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആദ്യമായിട്ടാണ് ലുലു മോളിൽ, ട്രിവാൻഡ്രം ലുലു മോളിൽ ഒരു ഇവൻറ്റിന് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഗമായിട്ട് അതിൻ്റെ പ്രൊമോഷന് വേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ വരെ വരാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം, നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം. ഈ അടുത്ത കാലത്ത് എൻ്റെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്? ഏതാ? ഹലോ മമ്മിയോ? വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? കേട്ടില്ല. പടക്കളം. ഓക്കെ. അപ്പൊ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോടോ. പെറ്റ് ഡിറ്റക്റ്റീവോ? താങ്ക് യു. ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ, ശരി. അപ്പോൾ എൻ്റെ പുതിയ സിനിമയാണ് മധുവിധു. മധുവിധു ഈ 23-ന് റിലീസ് ചെയ്യുകയാണ്. എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കാണണം എന്ന് ഞാൻ ഇതുവരെ ഇതിൻ്റെ ഡയറക്ടറോട് പറഞ്ഞിട്ടില്ല, എൻ്റെ പ്രൊഡ്യൂസറോട് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതൽ എനിക്കിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു സിനിമയാണെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ വേറെ കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വരിക, സിനിമ കാണുക. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി വിഷു. ബിപിൻ മോഹൻ ഷൈലോക്ക് മൂവിയുടെ റൈറ്ററാണ്. സംസാരിച്ചു. ഷൈലോക്കിന് ശേഷം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. സത്യം പറഞ്ഞാൽ ജയവിഷ്ണു കൂടി നിങ്ങൾ കയറി വരേണ്ടതാണ്. ഞങ്ങൾ രണ്ടുപേരാണ്. തലകുന്നിച്ചിരിക്കണ, നേരെ നോക്കണ. അല്ല, സെപ്പറേറ്റ് വിളിക്കാതിരിക്കുക. അതിപ്പോൾ ഒരുമിച്ച് വരും. ജയ് വിഷ്ണു പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ റൈറ്ററാണ്. നമുക്കറിയാം, ബ്ലോക്ക് ബസ്റ്റർ ആയ മൂവിയാണ്. നേരത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട് പടത്തിന്. ഷറഫൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അതെ. ജയും ഞാനും കൂടി ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഷൈലോക്കിന് ശേഷം ചെയ്യുന്ന ആ രീതിയിലുള്ളൊരു സിനിമയല്ല. നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ ഒരു ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഫാമിലിയായിട്ട് ചിരിച്ച് കളിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമ. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ കിട്ടുമെന്ന് വിചാരിക്കണം. ആ ഹോപ്പിലാണ് നിൽക്കുന്നത്. ആ ഒരു ഹോപ്പിലാണ് നിൽക്കുന്നത്, ആ ഒരു ഓളത്തിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ. ഓക്കെ. ജയ് വിഷ്ണു ഒരു പടം കൊണ്ടുപോകുന്നത് കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസറാണ്, പൈസ ചെലവാക്കുന്ന ആള്. ഈ കൈയടി പോരാ, ഒരു ഉഗ്ര കൈയടി. ദ ബിഗ്ഗസ്റ്റ് റിസ്ക് ടേക്കർ. ശരത് ബ്രോ മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട്. ബാബു ഏട്ടൻ ഫിലിംസിൽ നിന്ന് പ്രദീപ്. ആ കിടില ഷർട്ടാണല്ലോ, ഷർട്ട് മുണ്ട്. വിഷു വൈബിലാണ്, ചില്ലിങ് ആണ്. ഓക്കെ ബ്രോ, ഈ ഒരു പടം ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? റീസൺ ഷർഫ്. ഫസ്റ്റ് റീസൺ ഷർഫ്. ഞാനും ഫസ്റ്റ് കാണുമ്പോൾ വന്ന് അങ്ങനെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ തീരുമാനിച്ചാണ്. ഞങ്ങൾ ദുബായിൽ വെച്ചൊരു മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഇത് അങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നത്. ബ്രോവിൻ്റെ അടുത്താണ്. വിഷ്ണു ഞങ്ങൾക്ക് ഹായ് ട്രിവാൻഡ്രം, ഹാപ്പി വിഷു. വിഷ്ണു ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ഫസ്റ്റ് പടത്തിൻ്റെ ഡിസ്കഷൻ്റെ ഡയറക്ടർ വിഷ്ണു ആയിരുന്നു. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയത് നമ്മുടെ 12ാമത്തെ സിനിമയായിട്ടാണ്. അപ്പോൾ 2021 മുതൽ വിഷ്ണുവായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ ആദ്യത്തെ ഒരു പ്രാവശ്യം നമുക്കൊരു കാര്യം നടന്നില്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന എത്തേണ്ട സ്ഥലത്ത് എത്തും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ രണ്ടുപേരും ഒളിച്ചു നിൽക്കുന്നുണ്ട്.